ദീപ്തി ദാ ഇതും കൂടെ ഉണ്ടേ. പിന്നെ കളർ പോവാതെ കഴുകണേ. നീ എന്തിനാ അവളെ തുണിയാ കലക്കാൻ പോണേ? നീ ആരും ഇവിടുത്തെ വേലക്കാരിയോ? കുറച്ച് തുണി അലക്കാണ്ട് വേലക്കാരിയാവോ? അമ്മ എനിക്കൊരു 50,000 രൂപ കടം തരണം. എന്റെ കയ്യിൽ എവിടുന്ന മോനെ ഇത്രയും കാശ്? നിന്റെ ചേട്ടനോട് ചോദിക്കും, അവൻ തരും. അയ്യോ, ചേട്ടന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നുമില്ല. നീ വിളിക്കാതിരിക്കുന്നതാ നല്ലത്. അന്ന് നീ ദീപ്തിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞതാണ്, ആ ചെറ്റ കുടിലി എന്നൊക്കെ വിളിച്ചിറക്കി കൊണ്ടുവന്ന 5 പൈസയുടെ പ്രയോജനം നിനക്ക് കാണും. ഇന്ന് കണ്ടില്ലേ, പണയം വെക്കാൻ ഒരു തരി സ്വർണം പോലും ഇല്ല നീ നട്ടം തിരിയുന്നത്. എന്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞതേ, കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോ എന്തെങ്കിലും ജോലി എടുക്കേണ്ടി വന്നാലേ ഒരു സെർവന്റിനെ വെച്ചോളാനാ. ഇവിടെ ഇപ്പൊ അവള് സെർവന്റ് ആയിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ ഇനി എന്തിനു വേറെ സെർവന്റിനെ വെക്കണം? എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ഇറങ്ങിയ അമ്മേ, ദേ ഇതും കൂടി ഒന്ന് കഴുകിയിട്ടേക്കണേ. അമ്മ, എനിക്കൊരു ചായ, ഹോർലിക്സ് ഇടണേ. ഇതെന്തോന്ന് കഞ്ഞിയാ? കഞ്ഞി എന്നെ കൊണ്ട് പറ്റൂ. ഞാൻ സഞ്ജുവിനെ വിളിക്കാൻ പോവാ. അപ്പോ ദീപ്തി വരുമല്ലോ, അതിനെ അവള് നോക്കട്ടെ, എനിക്ക് വയ്യ. അമ്മേ അമ്മേ അമ്മേ, കണ്ടല്ലോ പൈസക്കാരി മരുമോളുടെ തനി കോണം. ഒരു വാക്കുപോലും പറയാതെ അവള് പോയത്. അമ്മയ്ക്ക് ഇത് അത്യാവശ്യമായിരുന്നു. വന്നു കയറിയ മരുമോളുടെ പണവും സ്വത്തും കണ്ടിട്ടല്ല അമ്മയെ സ്നേഹിക്കാനുള്ളത്. ഒന്ന് വീണു പോയാലേ ആരുണ്ടാവും ഇപ്പൊ മനസ്സിലായല്ലോ.